മത്സരിക്കുന്ന പിണറായി വിജയന് പോലും സ്വന്തം മണ്ഡലത്തിൽ നിന്ന് പുറത്തിറങ്ങിപ്പോയി ക്യാമ്പയിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ശക്തമായിട്ടുള്ള സ്ഥാനാർത്ഥി സാന്നിധ്യം UDF ഉറപ്പുവരുന്നു. 2020 ചീഫ് കോർഡിനേറ്റർ സാബു ജേക്കബിന് BJP വിരുദ്ധ രാഷ്ട്രീയമല്ല, BJP പക്ഷ രാഷ്ട്രീയമാണ്. എങ്ങനെയാണ് 2026 തെരഞ്ഞെടുപ്പിന്റെ ഒരു വിജയപരമായുള്ള രീതിയിൽ UDF നോക്കിക്കാണുന്നത്? ഇന്ത്യയിലെ എല്ലാ ബൂത്തിലും സാന്നിധ്യമുള്ള പാർട്ടിയെ കോൺഗ്രസ്. മറ്റ് പല രാഷ്ട്രീയ പാർട്ടികളും പല സംസ്ഥാനങ്ങളിലും ശക്തിയുണ്ടാവും, പക്ഷേ എല്ലാ ബൂത്തിലും ഒരു കൊടി കെട്ടാൻ ഒരു കോൺഗ്രസ്സുകാരൻ അവശേഷിക്കുന്നു. CPMന്റെ പൊന്നാപുരം കോട്ടയാണ് കൊല്ലം കോർപ്പറേഷൻ എന്ന് പറഞ്ഞത്. എന്താ സംഭവിച്ചത്? കോൺഗ്രസ് ഭരിക്കുകയാണ്. ജയിക്കാൻ ഉതകുന്ന, ജയിക്കാൻ ശേഷിയുണ്ടെന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ കപ്പാസിറ്റിയുള്ള നേതാക്കന്മാരാണ് മത്സരിക്കുന്നത്. അവരുടെ പുറകിൽ അണികൾ അണിനിരന്നിരിക്കും. ചേട്ടാ, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ചൂട് പിടിച്ചു തുടങ്ങിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസങ്ങൾ വലിയ രീതിയിലുള്ള ചർച്ചകളാണ് നടക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളികൾ തീർത്തുകൊണ്ട് ശശി തരൂരാണെങ്കിലും ഒരുപാട് ആളുകൾ അവിടെ നിൽക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസ് പറയുന്നത് സിറ്റിംഗ് സീറ്റുകൾ, ഇപ്പോൾ നിലവിലത്തെ സിറ്റിംഗ് സീറ്റുകൾ കോൺഗ്രസിൻ്റെ ഇപ്പോൾ നിലവിലത്തെ MLA-മാർക്ക് തന്നെ കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണ് 2026 തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വിജയപരമായുള്ള രീതിയിൽ UDF നോക്കിക്കാണുന്നത്? അല്ല, UDF ഈ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ശ്രമം. അതിൽ ശ്രമമൊന്നുമല്ല, ഞങ്ങളുടെ അധ്വാനം. ഞങ്ങൾ വോട്ടർ പട്ടികയിൽ SIR-മായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ തുടങ്ങി. വോട്ട് ചേർക്കുന്നതും വോട്ട് ഒഴിവാക്കുന്നതും വോട്ടർ പട്ടിക പഠനം ഓൾറെഡി തുടങ്ങി. ഞങ്ങളുടെ ബൂത്ത് കമ്മിറ്റികൾ പുനഃസംഘടന തുടങ്ങി. താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾ ഓൾറെഡി തുടങ്ങി. മിഷൻ 26 ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. മിഷൻ 25ൻ്റെ ഒരു എക്സ്റ്റൻഷൻ കൂടിയാണെന്ന് വിചാരിക്കാം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ വിജയം, അതിനെ തുടർന്ന് ആ ആലസ്യത്തിലിരിക്കുകയല്ല, അടുത്ത ദിവസം തൊട്ട് ഞങ്ങൾ അടുത്ത ജോലികൾ സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ജയിക്കും. ഇത് ഞങ്ങളുടെ മാത്രം ജയമല്ല, കേരളത്തിലെ സകല മനുഷ്യരുടെയും പോരാട്ട വിജയം കൂടിയാണ്. ഞങ്ങളുടെ മാത്രമാണ് ഞങ്ങൾ അവകാശപ്പെടുന്നില്ല, സഖാക്കന്മാരുടെ അടക്കം ആവശ്യമാണ് UDFൻ്റെ സർക്കാർ ഉണ്ടാകുക എന്നുള്ളത്. അവിടെ സ്ഥാനാർത്ഥി നിർണയം ഒരു രണ്ടാമത്തെ ഫാക്ടർ മാത്രമാണ് വിചാരിക്കുക. ഞങ്ങൾ നടത്തേണ്ട മുന്നൊരുക്കങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയമില്ല. വോട്ടർ പട്ടികയുടെ പ്രവർത്തനം, വോട്ടർ പട്ടിക പഠനം, വോട്ട് ചേർക്കൽ, ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനങ്ങൾ, സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തൽ, ഇതുവരെ നടന്ന പ്രവർത്തനങ്ങളുടെ ഓഡിറ്റിംഗ്, ഇനിയുള്ള പദ്ധതികൾ എങ്ങനെയൊക്കെയാണെന്നുള്ള മൊത്തത്തിലുള്ള ഒരു തയ്യാറെടുപ്പ്, അത് കഴിഞ്ഞിട്ടുള്ള ഘട്ടമാണ് സ്ഥാനാർത്ഥി നിർണയം. പക്ഷേ ഇപ്പോൾ പല മാധ്യമങ്ങളും സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു കഴിഞ്ഞു. ഞാൻ വിചാരിക്കുന്നത് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുന്ന കോൺഗ്രസ്സിന്, UDFന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ മറ്റാരുടെയും പുറത്തുനിന്നുള്ള സഹായം വേണ്ടി വരുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് UDF സംവിധാനവും കോൺഗ്രസ് പാർട്ടിയൊക്കെ കൃത്യമായി നടപ്പാക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. സിറ്റിംഗ് MLA-മാർക്ക് എല്ലാവർക്കും സീറ്റ് കൊടുക്കുമെന്നുള്ള ചർച്ചയും അതിൻ്റെ ഭാഗമാണ്. സിറ്റിംഗ് MLA-മാർ എന്നൊരു കൺസെപ്റ്റ് ഇല്ല. നിയമസഭയിലെ സ്ഥാനാർത്ഥികളേ ഉള്ളൂ. അതിൽ നിലവിലുള്ള മുഴുവൻ MLA-മാർ മത്സരിക്കാം, ചിലപ്പോൾ മത്സരിക്കാതിരിക്കാം, പലരും മാറാം, സ്വമേധയാ മാറുന്നവരുണ്ട്, ചിലരെ പല കാരണങ്ങൾ കൊണ്ട് മാറ്റാവുന്നതുണ്ട്. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. പക്ഷെ അവിടെ CPMന്റെ കോൺഫിഡൻസിനെ നമ്മൾ ഇല്ലാതാക്കി കാണരുത്. CPM പറയുന്നത് ഞങ്ങൾ 60 മണ്ഡലങ്ങളിൽ കൃത്യമായിട്ട് ഞങ്ങൾക്ക് അഡ്രസ് ഉണ്ട്. ആ 60 മണ്ഡലങ്ങൾക്ക് ശേഷമുള്ള ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ 1000-2000 വോട്ടുകളുടെ വ്യത്യാസത്തിനാണ് അവർക്ക് ഇടിവ് പറ്റിയിട്ടുള്ളത്. അത് പിണറായി വിജയനോടുള്ള എതിർപ്പ് മാത്രമല്ല, അവിടുത്തെ പ്രാദേശികപരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടാണ് എന്നാണ് CPM പറയുന്നത്. അതുകൊണ്ട് തന്നെ CPM മൂന്നാമതും തിരിച്ചു വരുമെന്നാണ് CPM അവകാശപ്പെടുന്നത്. അല്ല, തോക്കുന്നതിന് മുമ്പ് വരെ എന്നല്ല, തോക്കുന്നത് വരെ കോൺഫിഡൻസ് അവർക്ക് നല്ലതാണ്. ഞാൻ മനസ്സിലാക്കുന്ന ഒരു 10-35 മണ്ഡലങ്ങളിൽ 5000 താഴെയൊക്കെയാണ് അവരുടെ ഭൂരിപക്ഷം. ആ 35 മണ്ഡലങ്ങളുടെ കാര്യം ഏകദേശം തീരുമാനമായിട്ടുണ്ട്. പിണറായി വിജയൻ്റെ കുടുംബാംഗങ്ങളടക്കം ഇറങ്ങി പ്രചരണം നടത്തിയിട്ടും ധർമ്മടത്ത് ആ വാർഡിൽ നിസ്സാര വോട്ടിന് അവർക്ക് ജയിക്കാൻ പറ്റി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം ബൂത്തിൽ കെ സുധാകരൻ്റെ കൈപ്പത്തി ചിഹ്നത്തിന് 22 വോട്ട് അധികം കിട്ടുന്ന കാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ അയൽക്കാർ പോലും എതിരാണെന്ന് നമുക്കറിയാം. അപ്പോൾ അവരുടെ സിറ്റിംഗ് മണ്ഡലം എന്നുള്ള കോൺഫിഡൻസിൽ അവരിയ്ക്കണം. അവർ ഈ തോന്നിവാസവും തെമ്മാടിത്തരമൊക്കെ ചെയ്തിട്ട് ഈ അമിത ആത്മവിശ്വാസത്തിൽ അവരിയ്ക്കണം. ഇത് പറഞ്ഞു വരുന്നത് ധർമ്മടത്ത് ഒരു സ്റ്റാർ കാൻഡിഡേറ്റ് ഉണ്ടാകും എന്നത് തന്നെയാണോ? ധർമ്മടത്ത് എന്നല്ല, കേരളത്തിലെ 140 മണ്ഡലത്തിലും ജയിക്കാൻ വേണ്ടിയാണ് UDF മത്സരിക്കുന്നത്. 140 മണ്ഡലം തോൽക്കാൻ വേണ്ടി ഒരു മത്സരവും ഇല്ല. അവർക്ക് ജയിക്കും എന്നുള്ളത് കൊണ്ട്, അവർ ജയിക്കും എന്നുള്ളത് കൊണ്ട് മുൻ അനുഭവങ്ങളുടെ ബലത്തിൽ ഞങ്ങളൊരു വീക്ക് കാൻഡിഡേറ്റിനിട്ട് ഒരു മത്സരമില്ല. എല്ലാ മണ്ഡലത്തിലും മത്സരിക്കുന്ന പിണറായി വിജയന് പോലും സ്വന്തം മണ്ഡലത്തിൽ നിന്ന് പുറത്തിറങ്ങിപ്പോയി ക്യാമ്പയിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ശക്തമായിട്ടുള്ള സ്ഥാനാർത്ഥി സാന്നിധ്യം UDF ഉറപ്പുവരുത്തും. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കോടിയേരി ബാലകൃഷ്ണനെതിരെ കൊല്ലത്ത് നിന്ന് പോയി മത്സരിച്ച രാജ്മോഹൻ ഉണ്ണിത്താനുണ്ട്. അതിരാവിലെ ഇറങ്ങി പ്രചരണം നടത്തിയ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ മുമ്പിൽ 6000 വോട്ടിന് മറ്റുമാണ് കോടിയേരി ബാലകൃഷ്ണന് ജയിക്കാൻ പറ്റിയത്. CPMന്റെ സ്റ്റാർ ക്യാമ്പയിനർ ആയിരുന്നു ആ സമയത്ത് കോടിയേരി. സ്വന്തം മണ്ഡലത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റിയില്ല. കാരണം രാജ്മോഹൻ ഉണ്ണിത്താൻ അതുപോലെയുള്ള പ്രവർത്തനം നടത്തിയത്.
കൊല്ലത്തുനിന്ന് കാസർഗോഡ് പോയപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ തോക്കുന്നല്ലേ ആളുകൾ പ്രവചിച്ചത്, മാധ്യമങ്ങൾ പ്രവചിച്ചത്. എന്താ സംഭവിച്ചത്? ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങൾ തോൽക്കാൻ വേണ്ടി മത്സരിക്കുന്നില്ല, ഞങ്ങൾ 140 മണ്ഡലത്തിലും ജയിക്കാനുള്ള സ്ഥാനാർത്ഥികളാണ്. അവിടെ സിറ്റിംഗ് MLA-മാരാണ് ഏറ്റവും യോഗ്യരെങ്കിൽ അവർ മത്സരിക്കും. അവരെക്കാൾ യോഗ്യരായിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ അവരെ മത്സരിപ്പിക്കും. ആ ഘട്ടത്തിലേക്ക് ആയിട്ടില്ല, ആ ഘട്ടത്തിലേക്ക് ആകുന്നേ ഉള്ളൂ. ഒരുപാട് പക്ഷെ അവിടെ BJP കൂടെ കോൺഗ്രസ് ഭയപ്പെടേണ്ടതില്ലേ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ BJP ഒരു കക്ഷി എന്നുള്ള നിലയ്ക്ക് അവരെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അവരുടെ ആഴം എത്രത്തോളം ഉണ്ട്, അവരെത്രത്തോളം വോട്ട് പിടിക്കുന്നുള്ളതൊക്കെ നമ്മുടെ കണക്കൂട്ടലിലും ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഘട്ടത്തിൽ CPM, LDF-ഉം UDF-ഉം തമ്മിലാണ് മത്സരം. അല്ല, ഞാനൊരു കാര്യം, ഇപ്പോൾ കഴിഞ്ഞ ദിവസമായിരുന്നു 2020 ബന്ധപ്പെട്ട് 2020 NDAയിൽ ചേരുന്നത്. എറണാകുളം ജില്ലയെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ കയ്യിലിരിക്കുന്നതാണ്. ഇപ്പം തൃപ്പൂണിത്തറയാണ് BJPക്ക് ആകെ ശക്തിയുള്ളൊരു മണ്ഡലം എന്ന് പറയാനുള്ളത്. പക്ഷെ അവിടേക്ക് വരുമ്പോൾ അവിടെ 2020 കിട്ടിക്കൊണ്ടിരിക്കുന്ന 10-20,000 വോട്ടുകളുണ്ട്. അതിൻ്റെ കൂടെ ഈ BJP കിട്ടുന്ന ഈ 10-10,000 വോട്ടുകളും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ അത് വലിയൊരു ശക്തി കേന്ദ്രമാവുമ്പോഴത്തേക്കും അത് കോൺഗ്രസിനെ അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയില്ലേ? ഒരു തരത്തിലും ഉണ്ടാവില്ല. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് വ്യക്തിപരമായി ഞാനും മറ്റു പല നേതാക്കന്മാരും കൃത്യമായി ഈ രാഷ്ട്രീയം പറഞ്ഞിട്ടുള്ളതാണ്. 2020 ചീഫ് കോർഡിനേറ്റർ സാബു ജേക്കബിന് BJP വിരുദ്ധ രാഷ്ട്രീയമല്ല, BJP പക്ഷ രാഷ്ട്രീയമാണ്. സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ അവരുടെ ജീവിതത്തിലെ ചില ദുരിത സാഹചര്യങ്ങൾ, അവരുടെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ, അവർക്ക് തൊഴിലില്ലായ്മ, വിലക്കയറ്റം, ദാരിദ്ര്യം, അതിനെ വിലക്കെടുക്കുകയാണ് സാബു ചെയ്തത്. പക്ഷെ ആ മനുഷ്യരോട് നമ്മൾ ആ സമയത്ത് ഇത്രയും ആഴത്തിലുള്ള പൊളിറ്റിക്സ് പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് മനസ്സിലാകണമെന്നില്ല. പക്ഷെ എന്നിട്ടും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് നമ്മളിത് പറഞ്ഞു. കോൺഗ്രസിൻ്റെ സിറ്റിംഗ് MP-മാരായിരുന്ന ഹൈബി ഈഡനും ബെന്നി ബെഹനാനും എതിരെയാണ് 2020 സ്ഥാനാർത്ഥിയെ നിർത്തിയുള്ളൂ. അവർ സംസ്ഥാനത്തെ പിണറായി വിജയൻ സർക്കാരിനെതിരായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ആലപ്പുഴയിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല? ആരിഫിനെതിരെ നിർത്തിയില്ല എന്ന് മാത്രമല്ല, കോൺഗ്രസിനെതിരെയായിരുന്നു പ്രചരണം മുഴുവൻ. ഈ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിൻ്റെ ആൾക്കൂട്ട അക്രമത്തെ പിന്തുണയ്ക്കുന്ന വർഗീയ ധ്രുവീകരണ നയങ്ങൾക്കെതിരെ 2020 അഭിപ്രായം ഉണ്ടായിരുന്നില്ല. വിലക്കയറ്റത്തിനെതിരെ ഉണ്ടായിരുന്നില്ല. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ കന്യാസ്ത്രീമാർ, പുരോഹിതർ, ക്രൈസ്തവ സ്ഥാപനങ്ങളൊക്കെ ആക്രമിക്കപ്പെടുന്നതിൽ 2020 അഭിപ്രായം ഉണ്ടായിരുന്നില്ല. വർഗീയ ലഹളകളിൽ, ആൾക്കൂട്ട കൊലപാതകങ്ങളിൽ അഭിപ്രായമുണ്ടായിരുന്നില്ല. നോട്ട് നിരോധനത്തിൽ അഭിപ്രായമുണ്ടായില്ല. അതുപോലെ തന്നെ പൗരത്വ ഭേദഗതി നിയമത്തിൽ, വഖഫ് അമെൻമെന്റ് നിയമത്തിൽ, മുത്തലാഖ് നിയമത്തിൽ, ഇപ്പോൾ ഡിവിസിബിൾ പോളിസീസിൽ ഒന്നിലും 2020 രാഷ്ട്രീയ അഭിപ്രായം ഉണ്ടായിരുന്നില്ല. 2020 പ്രാദേശികമായിട്ട് അവർ ചില കാര്യങ്ങൾ മുന്നോട്ട് വെച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക ചെയ്തത്. സിംഗപ്പൂരാക്കുമെന്നാണ് 2015 അവർ പറഞ്ഞത്. ഞാൻ കിഴക്കമ്പലത്തു നിന്നാണ്, എൻ്റെ ഭാര്യയുടെ വീട് കിഴക്കമ്പലാണ്. ഞാൻ മിക്കവാറും അവിടെ പോകുന്ന ഒരാളാണ്. കിഴക്കമ്പലം ടൗണിൽ നിന്ന്, ജംഗ്ഷനിൽ നിന്ന് താമരച്ചാൽ പോകുന്ന റോട്ടിൽ നിങ്ങളൊന്ന് പോയി നാളെ വണ്ടി ഓടിച്ചു നോക്കിക്കോ, സിംഗപ്പൂരായി. സിംഗപ്പൂരിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് സ്വിറ്റ്സർലാൻഡിലേക്കാണ്, അടുത്ത കുഴിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ സാബു കഴിഞ്ഞ 10 വർഷമായിട്ട് പറഞ്ഞ് നടപ്പാക്കാൻ പറ്റാത്ത പല കാര്യങ്ങളുമാണ്. ഒരു പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം 10-18 കോടി രൂപ ബാക്കി ഇരിപ്പുണ്ടെന്ന് പറഞ്ഞാൽ ആ 18 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മളൊരു വെൽഫെയർ സ്റ്റേറ്റ് കൺസെപ്റ്റിൽ കടം വാങ്ങിയും ജനകീയ പ്രവർത്തനങ്ങൾ നടത്തണമെന്നാണ് കൺസെപ്റ്റ്. കടം വാങ്ങിയും ജനകീയ പ്രവർത്തനം നടത്തണമെന്ന്. അതുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനൊക്കെ കടം വരുന്നത്. വരുമാനം ബാക്കി വെച്ചിട്ട്, അതൊരു മുതലാളിയുടെ കൺസെപ്റ്റാണ്. കിട്ടുന്നതിൽ നല്ലൊരു ഭാഗം ബാങ്കിൽ നിക്ഷേപിക്കുക, എന്നിട്ട് നമ്മൾ ഉള്ളത് വെച്ചിട്ട് പരിപാടി നടത്തുക. അത് തെറ്റാണ്. വെൽഫെയർ സ്റ്റേറ്റിൻ്റെ കൺസെപ്റ്റിൽ കടം വാങ്ങിയും ജനകീയ പ്രവർത്തനം നടത്തണം. 18 കോടി രൂപ പഞ്ചായത്തിൻ്റെ അക്കൗണ്ടിൽ ബാക്കിയുണ്ടെന്ന് പറഞ്ഞാൽ ആ 18 കോടി രൂപയ്ക്ക് ഗുണഭോക്താക്കളാകേണ്ട മനുഷ്യർക്ക് അത് ചെയ്തില്ല എന്നാണ്, പദ്ധതികൾ നടപ്പാക്കിയില്ലെന്നാണ്. റോഡ് അന്ന് പണിത റോഡാ അല്ലേ? അവിടെ കുറേ ആളുകളുടെ ഭൂമി ഏറ്റെടുത്തു, വീതി കൂട്ടുമെന്ന് പറഞ്ഞ്. അതിപ്പോൾ അവിടെ പുല്ല് പിടിച്ച് കിടപ്പുണ്ട്. ആളുകൾക്ക് ആ ഭൂമി കൊടുത്ത മുഴുവൻ മനുഷ്യർക്കും ജീവിതാവസാനം വരെ പച്ചക്കറി കൊടുക്കുമെന്ന് പറഞ്ഞേ. ഞാൻ ചോദിക്കട്ടെ, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സ്റ്റാൾ അടച്ചു കൂട്ടി 2020. ഇവർ പറഞ്ഞത് 2020 ഉള്ളതുകൊണ്ടാണ് കിഴക്കമ്പലത്തെ മനുഷ്യർ മുഴുവൻ പച്ചക്കറിയും പലവ്യഞ്ജനം കഴിച്ച് ജീവിച്ചെന്നാണ്. അപ്പോൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൊട്ട് നാളെ ഇതുവരെ ആ സ്റ്റാൾ തുറന്നതായിട്ട് കാര്യമായി പ്രവർത്തിക്കുന്നില്ല. ഒരു മാസം മുമ്പ് എന്തോ പകുതിയായിട്ട് തുറന്നിട്ടുള്ളൂ. അപ്പോൾ ഈ 1.5 വർഷക്കാലം കിഴക്കമ്പലംകാർ മണ്ണ് വാരി തിന്നല്ലല്ലോ ജീവിച്ചത്. അവരവരുടെ അധ്വാനം കൊണ്ട്, അധ്വാനത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് അവർ ജീവിച്ചത്. ഈ മുതലാളിയുടെ ആശീർവാദം കൊണ്ടല്ല ജീവിച്ചത്. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരു പറ്റി. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവരുടെ കയ്യിലുണ്ടായിരുന്ന 2-3 പഞ്ചായത്ത് തോറ്റു. നിലവിലുള്ള കിഴക്കമ്പലം പഞ്ചായത്തിൽ തന്നെ 5-6 സീറ്റ് LDF-ഉം UDF ഒക്കെ ജയിച്ചു.
അപ്പോൾ അടി പതറി തുടങ്ങി എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇനി കച്ചവടത്തിന് വേറെ വഴിയില്ല. അപ്പോൾ കേന്ദ്ര സർക്കാരുമായിട്ട് ഓരം പറ്റി നിൽക്കുക എന്ന് മാത്രമേ വഴിയുള്ളൂ. പല ഘട്ടത്തിലും നിതിൻ ഗഡ്കരിയെ കൊണ്ടുവരികയും കേന്ദ്ര സർക്കാരിനെ പിന്തുണയ്ക്കുകയും നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കാൻ നിലപാട് സാബും ജേക്കബിന്റെ ഭാഗത്തുണ്ടായിരുന്നു. അമേരിക്കയുടെ തീരുവ യുദ്ധം പോലും കിറ്റക്സ് കമ്പനിയെ സാമ്പത്തികമായി ബാധിച്ചു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ ഇതെല്ലാം കൂടിക്കലർന്ന ഒരു രാഷ്ട്രീയമാണ്. അപ്പോൾ 2020 മുതലാളി സാബു എം ജേക്കബ് ക്രൈസ്തവ നാമധാരി ആയതുകൊണ്ട് മുഴുവൻ ക്രൈസ്തവരും ബി ജെ പിയിലേക്ക് പോകുന്നു. ബി ജെ പിക്ക് തെറ്റിദ്ധരിക്കാം, പക്ഷേ ഈ മുഴുവൻ മനുഷ്യരും ആ രാഷ്ട്രീയ ബോധ്യമുള്ളവരായിരിക്കില്ല. അല്ല, അത് ശരി. ഇപ്പോൾ എറണാകുളത്തെ സംബന്ധിച്ച് അങ്ങനെയാണ് അവിടുത്തെ രാഷ്ട്രീയം. പക്ഷേ തിരിച്ച് താഴേക്ക് ഇപ്പോൾ തിരുവനന്തപുരം, കൊല്ലം വരുന്ന തെക്ക് ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ സംഘടനാപരമായിട്ട് കോൺഗ്രസിന് വലിയ വീഴ്ചകളുണ്ട്. സംഘടനാപരമായിട്ട് വളരെ ശക്തി കുറവാണ് കോൺഗ്രസിന്. അതെങ്ങനെയാണ് കോൺഗ്രസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്? അല്ല, ഞാൻ ചോദിക്കട്ടെ, സംഘടനാപരമായി കോൺഗ്രസിന്റെ ശക്തി കുറവ് ഈ രാജ്യമെമ്പാടും ആ പ്രശ്നമുണ്ടെന്നേ. രാജ്യമെമ്പാടും ഒരു പ്രശ്നമുണ്ട്. ഞങ്ങളൊരു കേഡർ പാർട്ടിയല്ല. ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ കല്ല് പിളർക്കുന്ന കൽപ്പന പുറപ്പെടുവിച്ച ആളുകൾ മുഴുവൻ വരിയായിട്ട് നിർത്തി ഒരു നേതാവുള്ള ആ ഒരു നേതാവിൻ്റെ താഴെ എല്ലാവരും നിങ്ങൾ മിണ്ടാതിരിക്കണമെന്ന് പറയുന്ന തിട്ടൂരം മുഴക്കുന്ന ഒരു സിസ്റ്റം ഞങ്ങൾക്കില്ല. എന്നിട്ടും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി 100 സീറ്റിൽ ജയിക്കുകയും നരേന്ദ്രമോദി ഇന്ത്യൻ ഭരണഘടന മുമ്പിൽ ശിരസ് കുനിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായത് എങ്ങനെയാണ്? ഒരു രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പാർട്ടി, ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പാർട്ടി നടത്തിയ പോരാട്ടമാണ്, ഭാരത് ജോഡോ യാത്രയാണ്. അപ്പം വലിയ കേഡർ പാർട്ടി ഒന്നും ആകണ്ട, ജനങ്ങളിലേക്ക് ഇറങ്ങി നിന്നാൽ മതി. ഇന്ത്യയിലെ എല്ലാ ബൂത്തിലും സാന്നിധ്യമുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. മറ്റ് പല രാഷ്ട്രീയ പാർട്ടികളും പല സംസ്ഥാനങ്ങളിലും ശക്തിയുണ്ടാവും, പക്ഷേ എല്ലാ ബൂത്തിലും ഒരു കൊടി കെട്ടാൻ ഒരു കോൺഗ്രസ്സുകാരൻ അവശേഷിക്കുന്നുണ്ട്. പക്ഷെ ബൂത്തുകളിലെ വിഭാഗീയത മറ്റൊരു പ്രശ്നമല്ലേ കോൺഗ്രസ് സംബന്ധിച്ച്? ഒരുപാട് നേതാക്കന്മാരാണ്. ഒരു ബൂത്തിൽ തന്നെ 4-5 നേതാക്കന്മാർ വരുമ്പോൾ പിന്നെ അവിടെ വിഭാഗീയതയാണ്. അതെങ്ങനെയാണ് കോൺഗ്രസ് നേരിടാൻ പോകുന്നത്? അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഈ വിഭാഗീയത കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും. ഈ ഉമ്മൻചാണ്ടിയും AK ആന്റണിയും കരുണാകരനും ഉണ്ടായിരുന്ന കാലത്ത് ഗ്രൂപ്പ് ഉണ്ടായിരുന്നല്ലോ. 100 സീറ്റിൽ അധികാരത്തിൽ വന്നിട്ടില്ലേ? കരുണാകരൻ 111 സീറ്റോടെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇവിടെ അധികാരം പിടിച്ചിട്ടുണ്ട്. 20 പാർലമെന്റ് സീറ്റും പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഗ്രൂപ്പ് കോൺഗ്രസിൽ ഒരു കാലത്തും അന്യമായിരുന്നില്ല. ഇപ്പോഴാണ് ഗ്രൂപ്പുകൾ താരതമ്യേന പ്രവർത്തനം നിർജ്ജീവമാകുകയും കുറെ കൂടി ഐക്യപ്പെട്ട രൂപത്തിൽ പ്രവർത്തിക്കുന്നത്. ഗ്രൂപ്പുകൾ ഇല്ലാത്തതുകൊണ്ടാണോ കോൺഗ്രസ് ശക്തി ക്ഷയിച്ചു വരുന്നത്? അല്ല, അങ്ങനെ നമ്മൾ അതിനെ ജനറലൈസ് ചെയ്ത് പറയും. ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട് ശക്തി ഉണ്ടാവുമെന്നും ഗ്രൂപ്പ് ഇല്ലാത്തത് കൊണ്ട് ശക്തി ഇല്ല എന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ കൊല്ലം നിങ്ങൾ പറഞ്ഞൊരു ഉദാഹരണമാണ്. തിരുവനന്തപുരം നിങ്ങൾ 2 ജില്ലയാണ് നിങ്ങൾ വോട്ട് ചെയ്തത്. കൊല്ലം കോർപ്പറേഷൻ കോൺഗ്രസ് ഭരിക്കുകയല്ലേ? എത്രയോ പതിറ്റാണ്ടുകൾക്ക് ശേഷം CPM-ന്റെ പൊന്നാപുരം കോട്ടയാണ് കൊല്ലം കോർപ്പറേഷൻ എന്ന് പറഞ്ഞത്. എന്താ സംഭവിച്ചത്? കോൺഗ്രസ് ഭരിക്കുകയാണ്. കോഴിക്കോട് കോർപ്പറേഷൻ 3 സീറ്റിന്റെ മറ്റു വ്യത്യാസത്തിലാണ് അധികാരം നഷ്ടപ്പെട്ടത്. അതുപോലും അതിൽ പോലും സംഘടനാ നടപടി എടുക്കുകയാണ്. DCCയുടെ നേതൃത്വത്തിൽ അവിടെ അന്വേഷണം നടത്തി. അപ്പം ഞങ്ങൾക്ക് ശക്തിയില്ല എന്നുള്ളത് ഒരു പൊതു നരേറ്റീവാണ്. ശക്തിയുള്ള പിണറായി വിജയനോടൊപ്പം നിൽക്കാൻ. ശക്തിയുള്ള പിണറായി വിജയന്റെ കുടുംബാംഗങ്ങൾ ഇറങ്ങി പ്രവർത്തിച്ചിട്ട് പോലും അവരുടെ സ്വന്തം വാർഡ് കണ്ട് 30 വോട്ടിനങ്ങോട്ട് ജയിച്ചേ. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? പാർട്ടി കോട്ടയിൽ 60 കൊല്ലമായിട്ട് ജയിക്കാത്ത വാർഡുകൾ പോലും കോൺഗ്രസ് UDF ജയിക്കുന്ന സാഹചര്യം ഈ തെരഞ്ഞെടുപ്പിലുണ്ടായി. അപ്പോൾ സംഘടന പറയാൻ താഴെത്തട്ടിൽ ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ, ബൂത്ത് കയറി വോട്ട് ചോദിക്കാൻ ആളുള്ളത് കൊണ്ട് തന്നെയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP ആണ് അധികാരം പിടിച്ചത്. LDF-ൽ നിന്നാണ് അവർ അധികാരം പിടിച്ചത്. അപ്പോൾ പോലും കോൺഗ്രസിന്റെ സീറ്റ് എണ്ണം 19ആയി. 10-ൽ നിന്ന് 19ആയി. അവിടെ UDF-കാർ കോൺഗ്രസ്സുകാരുണ്ടാക്കിയ ഒരു വലിയ ട്രെൻഡുണ്ട്. ഒരു ജയിക്കാൻ പറ്റുന്ന അത്ര ഒരു CPM-നെ മറിച്ചിടാൻ പറ്റുന്ന ഒരു ശക്തിയിലേക്ക് വരുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു. അത് കൊടുക്കുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ വിചാരിക്കുന്നത് കോൺഗ്രസിന്റെ ഒരു സംഘടനാ സംവിധാനത്തെ നമ്മൾ ഒരു ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട് തകർന്നു എന്ന് തെറ്റിദ്ധരിക്കാൻ പാടില്ല. കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ കണ്ടില്ലേ? ചിലപ്പോൾ അവിടെ അതിനു മുമ്പ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് 1 മാസം മുമ്പ് ചിലപ്പോൾ അവിടെ ബൂത്ത് കമ്മിറ്റി, വാർഡ് കമ്മിറ്റി ഒന്നും ആരും ചിലപ്പോൾ നിങ്ങളുടെ കമ്മിറ്റി എവിടെയെന്ന് വെച്ചാൽ ചിലപ്പോൾ കാണാനുണ്ടാവില്ല. അവരൊക്കെ പല ജോലിക്കും പോകും. അവരെല്ലാം ഒരു പണിയില്ലാതെ കവലയ്ക്ക് ഇരുന്നിട്ട് നാട്ടുകാരുടെ മെക്കിട്ട് കയറിയും MM മണിയെ പോലെ വഴി വഴക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളല്ല. അവർക്ക് ജോലിയും പരിപാടിയൊക്കെ ഉണ്ട്. തെരഞ്ഞെടുപ്പായപ്പോൾ എവിടെ നിന്നോ വന്ന കുറേ മനുഷ്യർ കോൺഗ്രസിന്റെ കൊടിയും പിടിച്ച് UDF-ന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചതിന്റെ ഫലമാണ് ഈ വലിയ വിജയം. ഞാൻ മനസ്സിലാക്കുന്ന 562 പഞ്ചായത്തുകൾ UDF ഭരിക്കുകയാണ് അല്ലേ? 4 കോർപ്പറേഷൻ ഭരിക്കുകയാണ്. സംഘടനാ സംവിധാനം ഇല്ലെങ്കിൽ പിന്നെ ഇത് എങ്ങനെ സംഭവിച്ചത്? ആരും മറ്റേ മാന്ത്രിക വടി കൊണ്ട് വീശിയപ്പോൾ ജയിച്ചതല്ല. താഴെ തട്ടിലുള്ള പ്രവർത്തകർ കയ്യും മെയ്യും മറന്ന് പ്രവർത്തിച്ചതിന്റെ ഭാഗമാണ്. അപ്പൊ ഇവരെ എല്ലാവരെയും ഞങ്ങളൊരു കല്ല് പിളർക്കുന്ന കൽപ്പന പ്രവർത്തിച്ച് നിങ്ങളെയൊക്കെ വരിയിൽ നിർത്തുമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങൾക്കത് കാണിക്കാൻ പറ്റില്ല. പക്ഷെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഓരോ ബൂത്തിലുമുള്ള കോൺഗ്രസ്സുകാരൻ 10 മടങ്ങ് ആവേശത്തോടുകൂടി രംഗത്ത് വരും. അവർ പ്രവർത്തിക്കും. 100% ഉറപ്പാണ്. CR മഹേഷ് എങ്ങനെയാണ് ജയിച്ചത്? CR മഹേഷ് നിസാരം വോട്ടിന് തോറ്റുപോയിട്ട് ഇപ്പോൾ 10-20,000 29,000 വോട്ടിനാണ് ജയിക്കുന്നത്. എങ്ങനെയാണ് സംഭവിക്കുന്നത്? അദ്ദേഹം അവിടെ തന്നെ ഉണ്ടായിരുന്നു. ആ നേതാവ് അവിടെ ഉണ്ടായിരുന്നു. ഒരു നേതാവ് അവിടെ ഉണ്ട് എന്ന് തോന്നിയാൽ
ഞങ്ങളുടെ അണികളും അനുഭാവികളും ഞങ്ങളുടെ പുറകിൽ അണിനിരക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 140 മണ്ഡലങ്ങളിലും ജയിക്കാൻ ശേഷിയുണ്ടെന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ കപ്പാസിറ്റിയുള്ള നേതാക്കന്മാരാണ് മത്സരിക്കുന്നത്. അവരുടെ പുറകിൽ അണികൾ അണിനിരന്നിരിക്കും.